സ്വപ്നത്തിൽ അനേകം വസ്തുക്കളെയും വ്യക്തികളെയും നമ്മൾ കാണുന്നില്ലേ? എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഒന്നുമില്ല. ഇതുപോലെ ബോധത്തിൽ നാമരൂപങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ വേദാന്തം പറയുമ്പോഴും ജീവന്മാർ നാമരൂപങ്ങളെ സത്യമായി കരുതുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ബ്രഹ്മം ഒരിക്കലും നാമരൂപങ്ങളായി മാറിയിട്ടില്ല, മാറാൻ പറ്റില്ല. അരൂപമായത് എങ്ങനെ സരൂപമായ ഒന്നായി മാറും? രൂപമില്ലാത്തതിന് എങ്ങനെ രൂപം എന്നുള്ള നില കൈവരും? സാധ്യമല്ല. രൂപമില്ലാത്തത് എന്നും രൂപമില്ലാത്തതാണ്. രൂപമുള്ളത് എന്നും രൂപമുള്ളതായി തന്നെ ഇരിക്കുകയും ചെയ്യും. രൂപമാറ്റം വേണമെങ്കിൽ സംഭവിക്കാമെന്നല്ലാതെ സരൂപമായതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സരൂപമായി കാണപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അരൂപമായ ബ്രഹ്മം എന്നും അരൂപമായി മാത്രമേ നിലനിൽക്കൂ. അപ്പോൾ ഇത് പരമാത്മാവിൻ്റെ ഒരു സ്വഭാവമാണ്. അത് ആ പരമാത്മാവിൻ്റെ സ്വഭാവമാണ് പ്രപഞ്ചമായി കാണപ്പെടുക എന്നുള്ളത്. അത് കണ്ടോട്ടെ. നിങ്ങൾ അതിനെ സത്യമെന്ന് കരുതാതിരുന്നാൽ നിങ്ങൾക്ക് സുഖമായി ഇവിടെ ജീവിക്കാം. അപ്പോൾ അറിവാണ് നമ്മൾ നേടേണ്ടത്. സ്വഭാവാത് അവിഭിന്നൈവ. ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം. ബ്രഹ്മം തന്നെ നാമരൂപങ്ങൾ എന്ന പോലെ കാണുന്നു നമ്മുടെ അജ്ഞത കാരണമായി. പക്ഷേ നമ്മുടെ അജ്ഞത കാരണമായി എന്ന് നമ്മൾ സമ്മതിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഭഗവാന്റെ മായ കാരണമായി നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു. എടോ, തൻ്റെ കയ്യിലിരിപ്പാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. താൻ വിഡ്ഢിയായത് കൊണ്ടാണ്, മഠയനായത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു വ്യക്തിയും അംഗീകരിച്ചു തരില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ തന്നെ അന്തർലീനമായിട്ടൊരു ശക്തിയുണ്ട്, അതാണ് മായ. ആ മായയാണ് നാമരൂപങ്ങളെ പൊന്തിച്ച് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളും ഹാപ്പി, ബ്രഹ്മവും ഹാപ്പി. ആർക്കും ഒരു പ്രശ്നവുമില്ല. രമ്യതയിൽ തർക്കം പരിഹരിച്ചു. നമ്മൾ മണ്ടനുമല്ല. ബ്രഹ്മം പ്രപഞ്ചത്തെ അല്ല, നമ്മൾ മണ്ടനാണെങ്കിലും മണ്ടനല്ല എന്ന് പറയുമ്പോൾ നമുക്കും സന്തോഷം. മായയിലൂടെ ആണ് ബ്രഹ്മം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ കരുതിയാൽ ബ്രഹ്മത്തിന് എപ്പോഴും സന്തോഷമാണ്. ഇങ്ങനെ പറഞ്ഞാലും ബ്രഹ്മത്തിന് സന്തോഷം. ഇങ്ങനെ രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ജഗച്ചിന്നഭസോസ്തസ്മാന്ന കദാചന ഭിന്നത ഏകമേവ ദ്വയോരൂപം പവനസ്പന്ദയോരിവ. ജഗത്ത് എന്ന് പറയുന്നത് ചിന്നഭസ് തന്നെയാണ്. നഭസ് ആകാശം, ചിദാകാശം തന്നെയാണ് ജഗത്ത് എന്ന പോലെ കാണപ്പെടുന്നത്. ചിദാകാശം തന്നെ ജഗത്തെന്ന പോലെ കാണപ്പെടുന്നത് കൊണ്ട് ജഗത് പദാർത്ഥങ്ങൾക്കും ബ്രഹ്മത്തിനും അല്ലെങ്കിൽ ചിത്തിനും ഭേദമില്ല. സർവം ഖൽവിദം ബ്രഹ്മ. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം ഇതാണ്. ഇതെല്ലാം അത് തന്നെ അല്ല. അതിൽ നിന്ന് ഇതെങ്ങനെ ഉണ്ടാവും? അത് ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അത് ഇതായി മാറും? അത് അതിൻ്റെ മായാശക്തി കൊണ്ട് ഇതെന്ന പോലെ തോന്നുന്നു. ഇവിടെ അത് ഇതെന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം, ഇത് പ്രപഞ്ചം. അതിൽ നിന്ന് ഇതുണ്ടാവാൻ പറ്റില്ല, അത് ഇതായി മാറാനും പറ്റില്ല. എന്നാൽ ഇത് സത്യമെന്ന പോലെ നമ്മൾ അനുഭവിക്കുന്നു. ഇതിനെന്ത് കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനം. എന്താണ് അജ്ഞാനം? അതിനെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് ഇത് സത്യമാണ് എന്ന് തോന്നാൻ കാരണം. ഇപ്പം ഞാൻ എത്ര അത് എത്ര ഇത് എന്ന് പറഞ്ഞു. ഏതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എന്ന് പറഞ്ഞാൽ തത്, അത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇത് എന്ന വാക്ക് കൊണ്ട് എല്ലായിടത്തും സൂചിപ്പിക്കപ്പെടുന്നത് ജഗത്താണ്. അതുകൊണ്ട് ഈ ജഗത്ത്, ബ്രഹ്മം, ഇതൊന്നും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഇത് എന്ന് പറയാം. അതാണ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ നല്ല പോലെ അറിയാം, അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ബ്രഹ്മത്തെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാലും അത് എന്ന വാക്കുകൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നതാണ് ഈ ആത്മതത്വം അല്ലെങ്കിൽ ബ്രഹ്മതത്വം. ജഗത്ത് ചിന്നഭസ് തന്നെയാണ്, അതിൽ നിന്ന് വേറിട്ടതല്ല. അതുകൊണ്ട് ഇവയ്ക്ക് തമ്മിൽ ഭേദമില്ല.
ഏകമേവ ദ്വയോ രൂപം, ഒന്നിൻ്റെ തന്നെ രണ്ട് രൂപങ്ങൾ. എന്തുകൊണ്ട് പാടില്ല? ഒരേ ജലം 3 രൂപത്തിൽ കാണപ്പെടുന്നുണ്ടല്ലോ. ഖരരൂപത്തിലുള്ള ഐസ്, ദ്രവരൂപത്തിലുള്ള ജലം, അതിനാണ് ജലമെന്ന് നമ്മൾ പറയുന്നത്. ബാഷ്പം അല്ലെങ്കിൽ വാതക രൂപത്തിലുള്ള നീരാവി, എല്ലാം ഒരേ ജലം തന്നെയാണല്ലോ. ഒരു ജഡപദാർത്ഥമായ സൃഷ്ടിയുടെ ഭാഗമായ ജലത്തിന് 3 രൂപത്തിൽ പ്രകടമാകാൻ പറ്റുമെങ്കിൽ സകല ജഗത് പദാർത്ഥങ്ങളുടെയും കാരണമായ ആ ബ്രഹ്മത്തിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും എന്തുകൊണ്ട് പ്രകടമായിക്കൂടാ? എന്തുകൊണ്ട് അതിനെ തന്നെ പ്രകടിപ്പിച്ചുകൂടാ? ചിത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അനന്തമാണ്. നമ്മുടെ ഭാവനയിൽ ഒതുങ്ങുന്നതല്ല. അനന്തശക്തികളുടെ ഉറവിടമാണ് ഈ ബ്രഹ്മം. അതിൽ നിന്ന് പൊന്തിയിട്ടുള്ള ശക്തികളുടെ എണ്ണം തന്നെ അസംഖ്യമാണ്. ഇനി പൊന്താനിരിക്കുന്ന ശക്തികളുടെ എണ്ണവും അസംഖ്യം തന്നെ. ഓരോന്ന് പുതിയതായി അതിൽ നിന്നിങ്ങനെ അതിൽ നിന്ന് ഉണ്ടാവുന്നത് പോലെ തോന്നുന്നു. തോന്നാനും ഒരു ശക്തി വേണമല്ലോ. ഇന്ദ്രജാലം പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരു ശക്തിയാണല്ലോ, ഒരു കഴിവാണല്ലോ. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അനന്ത ശക്തികളുടെ എടുത്താലും തീരാത്ത ഒരു ഖനിയാണ്. പല ശക്തികളും അതിൽ നിന്ന് പൊന്തുമ്പോൾ മാത്രമേ നമുക്ക് ഈ ശക്തിയും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്നോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പല പ്രകടനങ്ങളും ഇങ്ങനെ ഉണ്ടാവും. പ്രത്യേകിച്ചും കലികാലമാണ്. കലികാലത്തിൽ ഭഗവാൻ താണ്ഡവ നൃത്തം ചെയ്യും. ഇതുവരെ പുറത്തെടുക്കാത്ത പല ശക്തികളെയും അദ്ദേഹം കൂട് തുറന്ന് പുറത്തേക്ക് വിടും. ആ കാഴ്ചകളാണ് നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പാർത്ത് കൊണ്ടിരിപ്പത് സൺ TV, സൺ തൊലൈക്കാട്சி. ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, നിങ്ങളുടെ ഏഷ്യാനെറ്റ്, നിങ്ങളുടെ സൂര്യ TV എന്ന് പറഞ്ഞാൽ നമ്മളെ അവരെ അത്രത്തോളം അവരുടെ കുടുംബത്തിലെ ഒരംഗം പോലെ കാണുന്നു എന്നാണ്. നിങ്ങളുടേന്ന് ഓരോന്നും അവനവൻ്റേത് തന്നെയാണ്. അതൊന്നും മറ്റുള്ളവരുടേതാവില്ല. എന്നാലും ആ ഒരു ഇൻറ്റിമസി, അടുപ്പം തോന്നാൻ വേണ്ടിയാണ് നിങ്ങളുടെ സൂര്യ ചാനൽ എന്നൊക്കെ അവർ പറയുന്നത്. ഒന്നും ആരുടെയുമല്ല എന്നുള്ളതാണ് സത്യം. ഒന്നും ആരുടേതുമല്ല, എന്നാൽ എല്ലാം എല്ലാവരുടേതുമാണ്. ഒരു പരസ്പര വൈരുദ്ധ്യമില്ലേ? ഒന്നും ആരുടെയുമല്ല, എല്ലാം എല്ലാവരുടേതുമാണ്. ഒരിക്കലും ഭൗതിക ലോകത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സിദ്ധാന്തം മാത്രമാണ് കമ്മ്യൂണിസം. ആശയം നല്ലതാണ്, ഗംഭീരമാണ്. സാമ്പത്തിക സമത്വം, അവകാശ സമത്വം വളരെ നല്ലതാണ്. പക്ഷേ അതിനെ എങ്ങനെ നടപ്പിലാക്കും? ആര് നടപ്പിലാക്കും? വെട്ടിനിരത്തുക വഴി നടപ്പിലാക്കാൻ പറ്റുമോ? സമത്വത്തിന് വേണ്ടി ഒരാളുടെ തല കൊയ്യുന്നത് ധാർമ്മികമാണോ? നമുക്ക് സമത്വം നടപ്പിലാകണം. സമത്വം നടപ്പിലാക്കി സമത്വം നടപ്പിലാക്കിയവർ കോടീശ്വരന്മാരായി മാറുന്നു. ജനങ്ങൾ പണ്ടത്തെക്കാളും ദരിദ്രരായിത്തീരുന്നു. ഇതല്ലേ ഈ ലോകത്ത് സംഭവിക്കുന്നത്? എവിടെ എന്ത് സമത്വമാണ്? സമത്വം മനുഷ്യ ഹൃദയത്തിൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ എന്നാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ അതിശ്രദ്ധേയനായ ബാലകൃഷ്ണൻ നായർ സാർ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ. അദ്ദേഹം ഒരു സത്യം തിരിച്ചറിഞ്ഞു. സമത്വം എന്നുള്ളത് വളരെ ഉദാത്തമായ ഒരു ആശയമാണ്, പക്ഷേ അതിനെ പുറമെ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് യഥാർത്ഥ സമത്വം എങ്ങനെ നടപ്പിലാക്കാം എന്ന് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെയാണ് അദ്ദേഹം വേദാന്തത്തിലേക്ക് തിരിഞ്ഞത്. അവിടെ തിരിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ സമത്വം നടപ്പിലാക്കി അദ്ദേഹം രക്ഷപ്പെട്ടു.
അദ്ദേഹത്തെ പോലെ നമ്മളും ഈ സമത്വം ഉള്ളിൽ നടപ്പിലാക്കിയാൽ നമ്മളും രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഏകമേവ ദ്വയോരൂപം പവനസ്പന്ദയോരിവ. വായുവും അതിൻ്റെ ചലനവും. വായു തന്നെയാണ് ചലിക്കുന്നത്. ചലിക്കുന്ന വായുവിൻ്റെ പേരാണ് കാറ്റ്. വായു വേറെ, കാറ്റ് വേറെയില്ല. ചലിക്കാത്ത വായു ഉള്ളതുപോലെ ചലിക്കുന്ന വായുവുമുണ്ട്, അതാണ് കാറ്റ്. ചലിക്കുന്നു എന്നുള്ളത് കൊണ്ട് വായു അല്ലാത്ത മറ്റൊന്നായി മാറുന്നില്ല. ഇതുപോലെ നിശ്ചലമാണ് ബ്രഹ്മം. ആ ബ്രഹ്മം മായയെ ആശ്രയിച്ച് പ്രപഞ്ചനാമരൂപങ്ങളായി ചലിക്കുന്നതായി കാണപ്പെടുമ്പോഴും അത് ബ്രഹ്മം തന്നെ, മറ്റൊന്നായി മാറുന്നില്ല. ഞാൻ നടന്നാൽ വേറൊരു വ്യക്തിയായി മാറുമോ? ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നാലും ഞാൻ തന്നെ, നടന്നാലും ഞാൻ തന്നെ. ഒരു പക്ഷി അതിൻ്റെ കൂട്ടിലിരുന്നാലും ആകാശത്ത് പറന്നാലും പക്ഷി തന്നെയാണ്. അപ്പം ചലനം എന്നുള്ളത് ആരോപിക്കപ്പെടുന്നു. ആരോപിക്കപ്പെട്ട ഒന്നുകൊണ്ട് അധിഷ്ഠാനത്തിന് ഒരു കൂടുതൽ കുറവും സംഭവിക്കുന്നില്ല. അധിഷ്ഠാനം ഇളകുന്നില്ല. കാരണം ആരോപിക്കപ്പെട്ട ചലനം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ ചലനം സംഭവിച്ചിട്ടില്ല. ചലിക്കുന്നത് പോലെ തോന്നുന്നു, അത് ഭ്രമം മാത്രമാണ്. ഇപ്പോൾ പവനൻ്റെയും സ്പന്ദവും പവനനും സ്പന്ദവും എന്ന് പറഞ്ഞാൽ വായുവും അതിൻ്റെ ചലനവും എങ്ങനെയാണോ ഒന്നായി തന്നെ ഇരിക്കുന്നത്, അതുപോലെ ഒരേ ബ്രഹ്മത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് ബ്രഹ്മവും പ്രപഞ്ചവും. പ്രപഞ്ചം ചലിക്കുന്നു, ബ്രഹ്മം ചലിക്കാതിരിക്കുന്നു. രണ്ടും ഒരേ വസ്തുവിൻ്റെ തന്നെ വിഭിന്ന രൂപങ്ങളാണ്. ദേശാദേശാന്തരപ്രാപ്തൗ വിദോ മധ്യേ ഹി യദ്വപുഃ ശാന്താശേഷ വിശേഷാത്മാ തന്മുഖ്യം നേതരദ്വിദുഃ. ദേശാദേശാന്തരപ്രാപ്തൗ വിദഃ മധ്യേ ഹി യദ്വപുഃ. ഇതാണ് നേരത്തെ പറഞ്ഞത്. ബോധം ഒരു സങ്കല്പത്തെ ഉപേക്ഷിച്ചിട്ട് അടുത്ത സങ്കല്പത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തിൽ, അവിടെയാണ് ബോധത്തെ നമുക്ക് വ്യക്തമായി അതിൻ്റെ ശുദ്ധരൂപത്തിൽ അറിയാൻ കഴിയുക. ശാന്ത അശേഷ വിശേഷാത്മാ. സകല സങ്കല്പങ്ങളും സകല ചലനങ്ങളും ബോധത്തിൽ ആരോപിക്കപ്പെട്ടവയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബ്രഹ്മം ചലിക്കുന്നില്ല. അത് ചലിക്കുന്നത് പോലെ കാണുന്നവർക്ക് തോന്നുന്നു, അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ അല്പം പോലും ചലനമില്ലാതെ നിശ്ചലമായി പർവ്വതം പോലെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ആത്മതത്വം. തൻ മുഖ്യം ന ഇതരത് ബപുഃ ഇതരത് വിദുഃ. നിശ്ചലത എന്നുള്ളതാണ് പരമാത്മാവിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം. പ്രപഞ്ചമായി ചലിക്കുന്നതും അതുതന്നെ. എങ്കിലും ചലനം ആരോപിക്കപ്പെട്ടതാണത്. അതിൻ്റെ വാസ്തവത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് നിശ്ചലത തന്നെയാണ്. തൻ മുഖ്യം അനുഭവസ്യ സമ്പന്നം നിദർശനം നേതരദിത്യർത്ഥഃ. ആ നിശ്ചല രൂപത്തിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചെങ്കിൽ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് നമുക്ക് പറയാൻ പറ്റൂ. പ്രപഞ്ചജ്ഞാനം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തെ അറിഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനം തന്നെയല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ബ്രഹ്മത്തെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപമായി അറിയുമ്പോൾ നിശ്ചല രൂപത്തിലുള്ള ബ്രഹ്മത്തെ അറിയണം. ചലനത്തെ അതിൽ ആരോപിച്ച് പ്രപഞ്ചമായി ആ ബ്രഹ്മത്തെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ജ്ഞാനം നേടാൻ പറ്റില്ല. അതുകൊണ്ട് നിശ്ചലതയാണ് ബ്രഹ്മത്തിൻ്റെ മുഖ്യമായ സ്വരൂപം. അതിൻ്റെ തനതായ രൂപത്തിൽ അതിനെ സാക്ഷാത്കരിക്കണം. അതിന് ചിത്തവൃത്തികളെ ഉപശമിപ്പിച്ചേ പറ്റൂ. സസ്വഭാവോംഗഭൂതാനാം തത്ര തിഷ്ഠന്തി പണ്ഡിതാഃ
തസ്മാന്ന വിചലന്ത്യേതേ നിത്യധ്യാനാദ്ധരാദയഃ സസ്വഭാവോംഗഭൂതാനാം. പ്രപഞ്ച പദാർത്ഥങ്ങൾ, ജീവികൾ, ചരങ്ങളും അചരങ്ങളുമായ എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഭാവം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മവുമായി ചേർന്ന് പ്രകാശിക്കുന്നവയാണ് ചരാചരങ്ങൾ. അപ്പോൾ ചരാചരങ്ങളുടെ അന്തിമ സത്യം, അവയുടെ സ്വഭാവം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. തത്ര തിഷ്ഠന്തി പണ്ഡിതാഹ. പണ്ഡിതന്മാർ, വിചാരശീലന്മാർ, തത്വചിന്തകന്മാർ, അവർ അതിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നിൽക്കുന്നത്. എവിടെ? ബ്രഹ്മത്തിൽ. എന്ത് കണ്ടാലും, എന്ത് കേട്ടാലും, എന്ത് അനുഭവിച്ചാലും അതിലെല്ലാം ബ്രഹ്മത്തെ ദർശിക്കുന്നവരാണ് സൂക്ഷ്മദർശികൾ. അവരാണ് തത്വജ്ഞാനികൾ. അവരെയാണ് പണ്ഡിതന്മാർ, ബുദ്ധിമാന്മാർ എന്നൊക്കെ പറയുന്നത്. ആ ബുദ്ധിമാന്മാർ എപ്പോഴും ബ്രഹ്മത്തിൽ കാലൂന്നി നിൽക്കുന്നു. അവർ അരക്ഷണം പോലും ബ്രഹ്മത്തെ വിട്ട് മറ്റൊന്നിനെ അംഗീകരിക്കുകയോ സത്യമാണ് എന്ന് കരുതുകയോ ചെയ്യുന്നില്ല. തസ്മാന്ന വിചലന്ത്യേതേ. നമ്മുടെ അധിഷ്ഠാനം നിശ്ചലമായിരിക്കണം. ചലിക്കുന്ന അധിഷ്ഠാനത്തിൽ കയറി നിൽക്കുന്നവൻ ചലിച്ചുകൊണ്ടിരുന്നേ പറ്റൂ. ആടുന്ന ഊഞ്ഞാലിൽ ഇരിക്കുന്ന ഒരാൾ ആടാതെ എങ്ങനെ അയാൾക്ക് ഇരിക്കാൻ പറ്റും? കാരണം അയാൾ ഇരിക്കുന്ന ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആടിക്കളിക്കുന്ന മനസ്സുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആ മനസ്സിനൊപ്പം ആടിയേ പറ്റൂ. നമ്മളൊക്കെ ആട്ടക്കാരാണ്, ഒന്നാം തരം ആട്ടക്കാർ. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ടോടുക, അവിടുന്ന് ഇങ്ങോട്ടോടുക, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുക. നമ്മുടെ വീട്ടിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ശാന്തമായി കണ്ണടച്ച് ഈ സത്യത്തെ നേടാമെന്നിരിക്കെ നമ്മൾ ഈ ലോകം മുഴുവൻ സത്യത്തെ അന്വേഷിച്ച് ഓടി നടക്കുന്നു. ഇതല്ലേ വാസ്തവത്തിൽ അജ്ഞത? നമ്മുടെ ഹൃദയത്തിൽ ആ സത്യം സദാ ഞാൻ 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 എന്ന അനുഭവമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ അവിടെ തേടാതെ പുറമേ തേടിയിട്ട് എന്ത് പ്രയോജനം എന്ന് വെച്ച് തേടണ്ടെന്നല്ല. കുറേ കാലം പുറം ലോകത്ത് അന്വേഷിക്കൂ. അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ നിങ്ങൾ കയറി ഇറങ്ങി നടക്കൂ. തീർത്ഥാടനം. മോനെ അച്ഛനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തീർത്ഥയാത്രയിലാണ് എന്ന് വരും. അച്ഛന് തന്നെ അറിയില്ല. അങ്ങനെയാണ് പോകുന്നത്. ഡേയ്, ഞാൻ എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ട് നിങ്ങളൊന്നും ബേജാറാവണ്ട. ഞാൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് സൗകര്യമായിട്ട് സമയം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു വരും. റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്നവരാണ് ചിലരെങ്കിലും. അപ്പോൾ പുറമേയൊക്കെ കുറേ ഓടി നടന്ന് പല തീർത്ഥസ്ഥാനങ്ങളിലും ചെന്നിരുന്ന് അവിടെയൊക്കെ ചെന്നിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് രസം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്ത് ചെന്നിരുന്ന് അതിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയ്ക്ക് കണ്ണടച്ചിരിക്കും. ഇത് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ പോരെ? അല്ല, എന്നാലും ആ വിശ്വനാഥ സ്വാമിയുടെ ക്ഷേത്രത്തിനകത്തിരുന്ന് ധ്യാനിക്കുന്നത് പോലെ ആകുമോ? എല്ലാം ആവും. ഇവിടെ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇവിടുന്ന് മെനക്കെട്ട് അങ്ങോട്ട് ഓടുന്നത്. ഒരിടത്തും ഓടിയിട്ട് കഥയില്ല കൂട്ടരെ. ഒരിടത്തും പാഞ്ഞു നടന്നിട്ട് കഥയില്ല. ഹൃദയാന്തർഭാഗത്ത് സദാ പ്രകാശിച്ചു വിളങ്ങുന്ന ആ സത്യത്തെ ആ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ തന്നെ തേടണം. അതുവരെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ, തീർത്ഥാടനം ചെയ്തോളൂ. അതിനൊന്നും ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല. അതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്നത് പോലെ എനിക്കും പറയാൻ തോന്നുന്നു. വേണ്ട എന്ന് പറഞ്ഞാലും ഇവർ കേൾക്കില്ല. അതുകൊണ്ടാണ് ഇതൊന്നും വേണ്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ ഈ കുരുത്തം കെട്ട പിള്ളേർ കേൾക്കില്ല. അതുകൊണ്ട് അവർ കുറേ കാലം പുറത്തലഞ്ഞ് നടക്കട്ടെ. എല്ലാം അലഞ്ഞ് നടന്ന് അവസാനം ക്ഷീണിച്ച് വീട്ടിൽ വന്നിരുന്ന് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ, നമ്മളറിയാതെ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ
ഭഗവാൻ ഉള്ളിരുന്ന് എടാ ഞാനിവിടെയുണ്ട് എന്ന് പറയും. അയ്യോ അങ്ങേ ഞാൻ ഈ പുറം ലോകത്ത് ഓടി നടന്ന് അന്വേഷിച്ചുവല്ലോ, കിട്ടിയില്ലല്ലോ. സാരമില്ല കുഞ്ഞെ, നീ മണ്ടനായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം എൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഉള്ളിലാണ് എന്നുള്ള കാര്യം നിനക്ക് പിടികിട്ടിയല്ലോ. ഇനിയെങ്കിലും പുറത്ത് അലഞ്ഞ് നടക്കുന്നത് നീ നിർത്ത്. അങ്ങനെയാണ് ഈ തത്വദർശികളും മഹർഷിമാരുമൊക്കെ ഒരു പർണശാലയിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി ഒരിടത്തും പോകുന്നില്ല. ഈ സ്വാമിമാർ എന്താണ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ? ഇവർക്കൊന്നും ബോറടിക്കത്തില്ലേ? ഒരു മൊബൈൽ പോലും ഇല്ല കയ്യിൽ, എങ്ങനെ സമയം പോകും? അവർക്ക് സമയം ഉണ്ടെങ്കിലല്ലേ പോകേണ്ട കാര്യമുള്ളൂ. സമയത്തെയും ദേശത്തെയും അതിവർത്തിച്ചിരിക്കുന്ന ബോധത്തിലാണ് അവരുടെ മനസ്സ് പറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സമയം പോകുന്നില്ല എന്നുള്ള പരാതി ഇല്ല. ടൈം പോകുന്നില്ല സാറേ, വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നു. ബോറും അടിക്കണ്ട, ബോർഡും അടിക്കണ്ട, ഒന്നും അടിക്കണ്ട. മനസ്സ് ബോധത്തിൽ തന്നെ ലീനമായി വർത്തിച്ചാൽ അവിടെ ദേശകാലങ്ങളുടെ അനുഭവം ഉണ്ടാവില്ല. അനന്തമായ സുഖം നിരന്തരം നമുക്ക് അനുഭവിച്ചുകൊണ്ട് ഉള്ളിൽ തന്നെ അമർന്ന് കഴിയാൻ പറ്റും. അതിനു വേണ്ടിയാവണം നമ്മുടെ സാധനകളൊക്കെ. ഇനി അതിനൊന്നും ഞാൻ തയ്യാറല്ല. ഞാൻ 70, 75, 80 വയസ്സായാലും ഞാൻ ഇവിടുന്ന് കേദാർനാഥിലേക്ക് കയറും. എനിക്ക് എൻ്റെ ഭഗവാനെ അവിടെ ചെന്ന് കാണണം. സുഹൃത്തെ, 80 വയസ്സിൽ നിങ്ങൾക്ക് എണീക്കാൻ പോലും പറ്റാതെ ആവും. നിങ്ങളെങ്ങനെയാണ് കേദാർനാഥത്തിൻ്റെ നെറുകയിൽ കയറുക? പെട്രോൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അതറിയുന്നില്ല. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാണ് ദൈവം നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത്. ഓരോ ദിവസം ചെല്ലുന്തോറും ആ ഫുൾ ടാങ്കിൽ നിന്ന് കുറച്ചായിട്ട് പെട്രോൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആയുസ് എന്ന് പറയണം, ആയുസ് എന്നർത്ഥം. ആയുസ്സാകുന്ന പെട്രോൾ കുറഞ്ഞു വരുന്നു, ശക്തി കുറഞ്ഞു വരുന്നു, ഓർമ്മ കുറഞ്ഞു വരുന്നു, എല്ലാം കുറഞ്ഞു വരുന്നു. കൂടി വരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് വയസ്സ്. വയസ്സ് മാത്രം കൂടി വരുന്നു. ബാക്കിയുള്ള എല്ലാ ഫാക്കൽറ്റീസും എല്ലാ കഴിവുകളും ദിനം പ്രതി തളർന്നു വരുന്നു. ഈ ശരീരവും കൊണ്ട് വയസ്സുകാലത്ത് എവിടേക്ക് പോകാനാണ് നിങ്ങൾ? അല്ല, എനിക്കൊരാഗ്രഹം. എന്താണെന്നോ? കൈലാസയാത്ര. മാനസ സരോവരത്തെ ഒന്ന് ചുറ്റി വരണം. എൻ്റെ അമ്മോ, വേറെ ഒരാഗ്രഹവും നിങ്ങൾക്കില്ലേ? ഒന്നാമത് പൂജ്യത്തെക്കാളും വളരെ താഴ്ന്ന ഊഷ്മാവാണ് അവിടെ. കിടുകിട വിറയ്ക്കും. കൈലാസ യാത്രയ്ക്ക് പോയി കൈലാസത്ത് പോയ ആൾക്കാരുണ്ട്. മനസ്സിലായില്ല? കൈലാസത്ത് പോകുമെന്ന് പറഞ്ഞാൽ ചത്തുപോയവർ എന്നർത്ഥം. കൈലാസ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. അവിടെ വെച്ച് ആ അതികഠിനമായ ശൈത്യത്തിൽ മരിച്ചുപോയ എത്ര പേരുണ്ട്? നമ്മുടെ കൂടെ വന്ന ഒരാൾ രാവിലെ നോക്കുമ്പോൾ ശവമായി കിടക്കുന്നു. എന്ന് വെച്ച് പോണ്ടെന്നല്ല, പോണം. പോയി പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് ബുദ്ധിമാന്മാരായി വീട്ടിൽ വന്ന് അടങ്ങിയിരിക്കണം. അടങ്ങിയിരിക്കുകയാണ് ബുദ്ധിയുടെ ലക്ഷണം. ഒരാൾ ബുദ്ധിമാനാണ് എന്ന് എങ്ങനെയാ തീരുമാനിക്കുക? ശാന്തനായിരിക്കും. അസ്വസ്ഥതയാണ് ചലനത്തിന് കാരണമാകുന്നത്. കർമ്മം അസ്വസ്ഥതയുടെ പര്യായപദമാണ്. കർമ്മം, ശരീരം ചലിക്കുന്നു. എന്തുകൊണ്ടാണ് ശരീരം ചലിക്കുന്നത്? മനസ്സ് ചലിക്കുന്നു. മനസ്സെന്തുകൊണ്ടാണ് ചലിക്കുന്നത്? മനസ്സിൻ്റെ ചലനമാണ് അസ്വസ്ഥത എന്ന് പറയുന്നത്. അടങ്ങിയിരിക്കാൻ വയ്യ. ചില കുരുത്തം കെട്ട പിള്ളേരുണ്ട്, ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല. അവസാനം എന്താ? നല്ല പോലെ 4 പെട കൊടുത്തിട്ട് ഏതെങ്കിലും തൂണിൽ കെട്ടിയിടും. അവിടുന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ അവർ മിണ്ടാതിരിക്കും. ഇതുപോലെ ഏതെങ്കിലും ഒരു കുറ്റിയിൽ നമ്മുടെ മനസ്സിനെ കെട്ടിയിടണം. ആ കുറ്റിയിൽ
അതിനെയാണ് ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. ഈശ്വര തത്വം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഭക്തന്മാരുടെ ഉള്ളിലുള്ളത് ഈശ്വര സങ്കല്പം മാത്രമാണ്, ഈശ്വര അനുഭവമല്ല. ഈശ്വര അനുഭവം നേടാനാണ് ഭക്തന്മാർ ശ്രമിക്കുന്നത് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇപ്പോൾ അവർ ഈശ്വര സങ്കല്പത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്. അത് ഈശ്വരാനുഭവത്തിലേക്ക് വഴിതെളിച്ചാൽ നന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്തു, ജീവിതം അവസാനിച്ചു. ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ സിനിമയിലോട്ട് തിരിയരുതെന്നാണ് വിചാരിച്ചത്. എന്നാലും കിലുക്കം മറ്റേ രേവതി എവിടെയോ കൊണ്ട് കളയാൻ പോകുമല്ലോ, പുറത്തെവിടെയോ കൊണ്ട് ആക്കിയിട്ട് ഓടിത്തള്ളിക്കളയും മോഹൻലാൽ. ആ പണ്ടാരത്തിനെ എവിടെയോ കൊണ്ട് വിട്ടു, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരും. അപ്പോഴാണ് വാതിൽക്കൽ മുട്ട് കേൾക്കുന്നത്. കതക് തുറക്കുമ്പം ദാ നിൽക്കുന്നു പണ്ടാരം. പുറത്ത് കൊണ്ടാക്കിയിട്ട് വന്ന ആ സ്ഥാനത്തായിരിക്കുന്നു. അപ്പോഴവർ പറയുന്ന ഡയലോഗാണ്, ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല. മലയുടെ മോളിൽ ഇരുന്ന ജ്യോതി കാണാം എന്നൊക്കെ പറയും. എന്നിട്ട് കണ്ണടച്ചു 1 2 3 എണ്ണിക്കോളാൻ പറയും. അപ്പോഴാണ് മോഹൻലാൽ അവിടുന്ന് ഒറ്റ ഓട്ടം. പക്ഷേ കൃത്യമായിട്ട് വീട്ടിൽ തന്നെ വന്നു. അതുപോലെ ജ്യോതി ദർശനം, ആത്മജ്യോതിസിനെ ഉള്ളിലാണ് കാണേണ്ടത്. മകരജ്യോതിസുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ? എന്ത് മേട്? പുൽമേടാ അല്ലേ? എവിടെയാ അത്? പൊന്നമ്പലമേട് അല്ല, വേറൊരു പുല്ല് എന്നൊക്കെ പുല്ലുമേടുന്നോ അല്ലേ? അങ്ങനെയില്ലേ? അപ്പോൾ അവിടെ ഇരുന്നൊക്കെ നിങ്ങൾക്ക് പുറമേയുള്ള ആ ജ്യോതിസിനെയൊക്കെ ദർശിക്കാം. പക്ഷേ ആത്മജ്യോതിസിനെ ഉള്ളിലാണ് ദർശിക്കേണ്ടത്. അപ്പോൾ ഈ ആത്മതത്വത്തിലാണ് പണ്ഡിതന്മാരായ തത്വദർശികൾ എപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ആത്മാവിനെ മറന്ന്, ആത്മാവിനെ വിസ്മരിച്ച് അവർ അരക്ഷണം കഴിയുന്നില്ല. തസ്മാന്ന വിചലന്ത്യേതേ, ആത്മാവിൽ സ്ഥിതി ഉറപ്പുവരുന്നവർ, ആത്മാവിൽ തന്നെ അചഞ്ചലരായി നിൽക്കാൻ കഴിയുന്നവർക്ക് ചലനം സംഭവിക്കില്ല, അവരുടെ മനസ്സ് ചലിക്കുകയില്ല. ആത്മാവിൽ ലഗ്നമായി തീർന്ന മനസ്സ് നിശ്ചലമായേ പറ്റൂ. നിത്യധ്യാനാത് ഹരാദയ. ആരൊക്കെയാണ് ഈ ആത്മധ്യാനം ചെയ്തുകൊണ്ട് കഴിയുന്നത്? മഹർഷിമാർ, തത്വജ്ഞാനികൾ. അതൊക്കെ നമ്മളെ പോലെയുള്ള മനുഷ്യരില്ലേ, അവർക്ക് വേറെ ജോലിയും തൊഴിലും ഇല്ല, അതുകൊണ്ട് അവർ ആത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയല്ല പറയുന്നത്. ഹരാദയ, ശിവൻ മുതലായ ത്രിമൂർത്തികൾ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈ ത്രിമൂർത്തികൾ പോലും സദാ ആത്മധ്യാനത്തിൽ മഗ്നരായി കഴിയുന്നു. അവർ പോലും ആത്മാവിനെ ഒരിക്കലും മറക്കുന്നില്ല. അവർ നിത്യധ്യാനത്തിലാണ് എന്നാണ് വസിഷ്ഠ മഹർഷിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. എന്ത്? സർവം ബ്രഹ്മമയം എന്ന വിചാരം നിലനിർത്തുക എന്നുള്ളത്. ഇതിനെ തന്നെയാണ് ആത്മധ്യാനം, ഇത് തന്നെയാണ് ബ്രഹ്മധ്യാനം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ആഭാസാകാശമേവേദം ഭാമാത്രമവഭാസനം വിശ്വമാകാരരഹിതം സ്വഭാവം വിദുരവ്യയം. ഇത് ആഭാസാകാശമാണ്. ഈ ആഭാസം എന്നുള്ള വാക്ക് മലയാളത്തിൽ മോശമായ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അവനൊരു ആഭാസനാണ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവൻ, കൊള്ളരുതാത്തവൻ, ആ അർത്ഥത്തിലല്ല. ആഭാസം എന്ന് പറഞ്ഞാൽ അല്പമായി പ്രകാശിക്കുക എന്നാണ് അർത്ഥം. പൂർണ്ണമായ പ്രകാശമില്ലാതെ ഒരല്പം മാത്രമായി പ്രകാശിക്കുക, അതിനെയാണ് ആഭാസം. ബ്രഹ്മം തൻ്റെ പൂർണ്ണതയോടുകൂടി, അതായത് തൻ്റെ മഹിമാവിൽ പ്രകാശിക്കുമ്പോൾ അതിൽ പ്രപഞ്ചമില്ല. അത് അവ്യക്തമായി പ്രകാശിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം അതിൽ ഉള്ളതുപോലെ തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ ആകാശത്തിലാണല്ലോ പ്രപഞ്ചം ആരോപിക്കപ്പെടുന്നത്, അത് അല്പപ്രകാശമാണ്. പൂർണ്ണപ്രകാശത്തിൽ പ്രപഞ്ചാനുഭവം തന്നെ അപ്രത്യക്ഷമാകും. ഭാമാത്രം അവഭാസനം. ബ്രഹ്മം ചൈതന്യസ്വരൂപമാണ്.
ഈ ചൈതന്യം, പ്രകാശം, ജ്യോതിസ്, ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏതോ ഒരു വസ്തുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ്, പ്രകാശം എന്നാണ് തോന്നുന്നത്. സൂര്യൻ്റെ പ്രകാശം, ബൾബിൻ്റെ പ്രകാശം, വിളക്കിൻ്റെ പ്രകാശം, അങ്ങനെയുള്ള ഒന്നല്ല. ഇത് എല്ലാ പ്രകാശങ്ങളുടെയും പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാശങ്ങളെയും ഉണ്ടെന്ന് അറിയിച്ചു തരുന്ന പ്രകാശമാണ് ഈ ബ്രഹ്മം. എൻ്റെ കൂടെ ഡൽഹിയിൽ ഒരാൾ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മപ്രകാശം എന്നാണ്. പ്രകാശം എന്നല്ല, അവർ ഹിന്ദിക്കാർ പറയുമ്പോൾ ബ്രഹ്മപ്രകാശ്, ബ്രഹ്മപ്രകാശ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രകാശം എന്നർത്ഥം. അപ്പം അങ്ങനെയൊക്കെ വ്യക്തികൾക്ക് പേര് വയ്ക്കാറുണ്ട്. അപ്പം ആ ബ്രഹ്മം ജ്യോതിസുകളുടെയൊക്കെ ജ്യോതിസാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശത്തെ നമ്മൾ കാണുന്നത് കണ്ണിലൂടെയാണ്. ഈ കണ്ണിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകാശത്തെ കണ്ണാണ് കാണിച്ചു തരുന്നത്. പക്ഷേ ഏതുള്ളത് കൊണ്ട് ഈ കണ്ണ് കാണും? അത് പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമാവാനല്ലേ തരമുള്ളൂ. പ്രകാശത്തെ അറിയിച്ചു തരുന്ന പ്രകാശം, പ്രകാശത്തെ അറിയിച്ചു തരുന്നത് കണ്ണ്. കണ്ണുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് മനസ്സുകൊണ്ടാണ്. മനസ്സുണ്ട് എന്ന് അറിയുന്നത് ബുദ്ധിയെ വിനിയോഗിച്ചിട്ടാണ്. ബുദ്ധി എൻ്റെ ബുദ്ധിയാണ് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാനും ഒരർത്ഥത്തിൽ പ്രകാശമാണ്. ഈ ഞാനിനെ ഉണ്ടെന്ന് അതിൻ്റെ പുറകെ ഇരുന്നു കൊണ്ട് അതിനെയും പ്രകാശിപ്പിക്കുന്നത് പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമല്ലാതെ അതെങ്ങനെ ഇരുട്ട് പോലെയാകും? അതുകൊണ്ട് ഇത് പരമപ്രകാശമാണ്. ജ്യോതിഷാമപി ചിത്ത ജ്യോതിഹി എന്നാണ് ഉപനിഷത്തുകളും ഈ സത്യത്തെ വിവരിക്കുന്നത്. ജ്യോതിസുകളുടെ എല്ലാം ജ്യോതിസ്. ഏതുള്ളത് കൊണ്ട് മറ്റുള്ളവയെല്ലാം അനുഭവവേദ്യമാകുന്നുവോ, എന്തിനേയും അനുഭവിക്കുന്നത് ബോധമാണ്. അതുകൊണ്ടാണ് ബോധത്തെ പരമപ്രകാശം എന്ന് പറയുന്നത്. വിശ്വമാകാരരഹിതം, ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ആകൃതിയില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നാം പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതെങ്കിലും ഈ പ്രപഞ്ചത്തിന് വാസ്തവത്തിൽ ആകൃതിയില്ല. ഇവിടെ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ മനസ്സ് രചിക്കുന്ന വെറും ഭ്രമങ്ങൾ മാത്രമാണ്. വിശ്വത്തിന് ആകാരം അല്ലെങ്കിൽ ആകൃതിയില്ല. സ്വഭാവം വിദുരവ്യയം. ഇത് പരമാത്മാവിൻ്റെ ഒരു വെട്ടിത്തിളക്കം മാത്രമാണ്. പരമാത്മാവ് പ്രകാശിക്കുന്നത് പ്രപഞ്ചമായിട്ടാണ്. പക്ഷേ ഇവിടെയുള്ള പദാർത്ഥങ്ങളൊന്നും അങ്ങനെ അവിടെയില്ല. പദാർത്ഥങ്ങളായി പ്രകാശിക്കുന്നത് ഈ ആത്മാവാണ്. ഇതം വിശ്വം ചിദ്ദർപ്പണേ ആഭാസാകാശമേവ. ആഭാസാകാശം എന്ന് പറഞ്ഞാൽ പ്രതിഫലിക്കുന്ന ആകാശം. കണ്ണാടിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ജലത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശം. ഈ പ്രപഞ്ചം ചിത്താകുന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ആകാശമാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതിബിംബം മാത്രമാണ്, ഇത് വാസ്തവമല്ല. തദവഭാസനം ച ഭാമാത്രം. ആ പ്രപഞ്ചം ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നത് അതും ഈ ആത്മാവിൻ്റെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ജീവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാൻ എന്ന ഭാവത്തെ ആത്മാവ് പ്രകാശിപ്പിക്കുന്നു. ബാഹ്യലോകത്ത് പ്രപഞ്ചം എന്ന രീതിയിൽ നാമരൂപങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടും ഇതേ ആത്മാവ് തന്നെയാണ് വർത്തിക്കുന്നത്. ഇങ്ങനെ അകത്തു നിന്നും പുറത്തു നിന്നും പ്രകാശിപ്പിക്കുന്നവനാണ് ഈ ആത്മാവ്. അപ്പം അതിനേക്കാളും വലിയ ഒരു പ്രകാശം മറ്റെന്ത് ഉണ്ടാവും? ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രകാശം. ന ജായതേ ന മ്രിയതേ ന ഭൂത്വാ ഭാവി കുത്രചിത് അനന്യദേവ ചിദ്വ്യോം ന ശൂന്യത്വമിവ ഖാജഗത്. ഇവിടെ വാസ്തവത്തിൽ ഒന്നും ജനിക്കുന്നുമില്ല, ഒന്നും മരിക്കുന്നുമില്ല. ഉണ്ടായിട്ട് ഇല്ലാതാവുന്നുമില്ല, ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവുന്നുമില്ല. ഒരിടത്തും ഒരിക്കലും, ഭൂമിയിൽ മാത്രമല്ല 14 ലോകങ്ങളിലും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലും പുതിയതായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല, ഒന്നും നശിക്കുന്നുമില്ല.
ന വിശ്വമസ്തി, വിശ്വം എന്നൊന്നില്ല. ലോകം, പ്രപഞ്ചം, ബ്രഹ്മാണ്ടം അങ്ങനെ ഒന്ന് ഇല്ലേ ഇല്ല. ഇല്ലാത്തതിനെ ഉള്ളതായി വിചാരിച്ചിട്ടാണ് ഇത് എവിടെ നിന്ന് വന്നു, ആരുണ്ടാക്കി, ഇത് എത്ര കാലം നിലനിൽക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുന്നത്. ഇങ്ങനെയൊന്നുമില്ല. ധീരമായി തീരുമാനിക്കാൻ പറ്റുമോ? ജഗൻ മിഥ്യ. ജഗൻ മിഥ്യ എന്ന് തീരുമാനിക്കുന്നവന് മാത്രമേ ബ്രഹ്മസത്യം എന്നുള്ള അനുഭവം നേടാൻ കഴിയൂ. ആദ്യം ജഗത്തിനെ മിഥ്യ എന്ന് തീരുമാനിക്കണം, എന്നിട്ട് മാത്രമേ ബ്രഹ്മമാണ് സത്യം എന്നുള്ള അനുഭവം നേടാൻ കഴിയൂ. ന വിശ്വമസ്തി, ഇവിടെ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം എന്നൊന്ന് ഇല്ല. അതായിക്കോട്ടെ, ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നുവോ? പണ്ടും ഇല്ലായിരുന്നു. പണ്ടും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ഇനി ഉണ്ടായിക്കൂടെ? ഇനി ഉണ്ടാവാനും പറ്റില്ല. ബോധത്തിൽ ജഡരൂപമായ ഒരു ലോകം യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. ചിത്തിൽ നിന്ന് ജഡം ആവിർഭവിക്കാൻ സാധ്യത തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? ഇത് നമ്മുടെ ഒരു വിഭ്രമം മാത്രമാണ്, സ്വപ്നം പോലെ. സ്വപ്നം എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വപ്നത്തിനകത്ത് ലോജിക് ഉണ്ടാവും, പക്ഷെ മൊത്തമായി സ്വപ്നത്തിനൊരു ലോജിക് ഉണ്ടാവത്തില്ല. ഇന്ന് രാവിലെ കണ്ട ഒരു സ്വപ്നം പറയാം. ആ സ്വപ്നം കണ്ടിട്ട് അപ്പം തന്നെ ഞാൻ ഉണർന്നു. അതുകൊണ്ടാണ് ആ സ്വപ്നം എനിക്ക് നല്ലതുപോലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. ഞാൻ കുറേ നേരം ചിരിച്ചു. ഞാൻ കണ്ട സ്വപ്നത്തെ ഓർത്ത് ഞാൻ കുറേ നേരം ചിരിച്ചു. എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചില്ല, ഉള്ളിൽ തന്നെ ചിരിച്ചു. ഷെടാ, ഇത് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സുണ്ടാക്കി കാണിക്കുന്നത്. എന്തായിരുന്നെന്നോ സ്വപ്നം? പണ്ട് ഈ ഓൺലൈൻ ഫയലിംഗ് വരുന്നതിന് മുമ്പ് ഇൻകം ടാക്സ് റിട്ടേൺ, ആദായ നികുതി ഓഫീസുകളിൽ ചെന്ന് മാത്രമേ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ മിക്കവാറും നമുക്ക് ഡ്യൂട്ടി വരും. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ നിരനിരയായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും 10-15 റിട്ടേൺ ഉണ്ടാവും. അപ്പോൾ ആളുകളുടെ എണ്ണം നോക്കണ്ട, 10 പേരുണ്ടാവും, 200 റിട്ടേൺ ഉണ്ടാവും. ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഘട്ട റിട്ടേൺ ഉണ്ടാവും. അപ്പോൾ ആ റിട്ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വപ്നത്തിൽ ഞാൻ. അതായത് പല കാലം ചെയ്തതല്ലേ ഇതൊക്കെ. ഇതെല്ലാം മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ തങ്ങി നിൽക്കും വാസനാരൂപത്തിൽ. അതാണ് റിട്ടയർ ആയിട്ട് ഏതാണ്ട് 10-12 കൊല്ലം ആയിട്ടും ഈ സാധനങ്ങൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും പൊന്തി വരുന്നത് അതൊരു വാസനയായതുകൊണ്ടാണ്. അപ്പോൾ ഓഫീസ് ജോലി ചെയ്താൽ വാസന ഉണ്ടാകുമോ? ഉണ്ടാവും. നിങ്ങൾ എന്തും ആവർത്തിച്ച് ശീലിച്ചാൽ അത് വാസനയായി മാറും. പോലീസുകാരൻ റിട്ടയർ ആയാലും കള്ളനെ ഓടിച്ചിട്ട് പിടിക്കുന്നതായി സ്വപ്നം കാണും. പൂജാരി പൂജ ചെയ്യാൻ പറ്റാതെ കിടപ്പിലാകുമ്പോഴും അമ്പലത്തിൽ പൂജ ചെയ്യുന്നതായി അയാൾ സ്വപ്നം കാണും. വാസനയാണ്. അതുപോലെ ഈ പലകാലം ഔദ്യോഗിക ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അത് ഉള്ളിലെവിടെയോ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വപ്നവേളയിൽ പൊന്തി വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ റിട്ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത്യാവശ്യമായിട്ട് ഓഫീസർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ എന്നോട് വന്ന് പറയുന്നത്. പ്യൂണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തോ ആരോ ആണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ ഓഫീസർ അടുത്ത് പോയി. പറഞ്ഞു, ഇരിക്കുക. രമേശ് ഓഫീസ് സൂപ്രണ്ടായിരുന്ന കാലത്ത് ഒരു 100 രൂപയുടെ ക്യാഷ് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് സർക്കാരിന് കിട്ടേണ്ട 100 രൂപ ഞാൻ കൊടുത്തില്ല. അപ്പോൾ ആ 100 രൂപയുടെ ഒരു തിരിമറി, വലിയ തിരിമറിയല്ല, ഒരു 100 രൂപയുടെ ഡിസ്ക്രിപ്പൻസി ഓഡിറ്റുകാർ കണ്ടുപിടിച്ചു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന് ആലോചിക്കണം, എത്ര കൊല്ലത്തിന് മുമ്പുള്ളതാണ്. സ്വപ്നത്തിൽ ആ കാലഘട്ടമില്ല, അപ്പോഴും ഞാൻ സർവീസിലാണല്ലോ. 100 രൂപ എങ്ങനെ, ഈ 100 രൂപയുടെ കണക്ക് എങ്ങനെയാണ്? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. ഡൽഹിയിൽ നിന്ന് ഈ യോഗവാസിഷ്ടത്തിൻ്റെ 2 വോള്യൂം ഞാൻ 100 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ചെന്ന് ഓഫീസർ അടുത്തെന്ന് പറയുകയാണ്, ആ 100 രൂപ യോഗവാസിഷ്ടം വാങ്ങിച്ച ഇനത്തിൽ ചെലവായി. അപ്പോൾ ഓഫീസർ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു 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 റിപ്ലൈ എഴുതി തന്നേക്കൂ, ഞങ്ങൾ ഓഡിറ്റുകാരുടെ അടുത്തേക്ക് കൊടുത്ത് അവർ ഓഡിറ്റ് ഒബ്ജക്ഷൻ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എഴുതിയാണ്, 100 രൂപ യോഗവാസിഷ്ടം 2 വോള്യൂം വാങ്ങിച്ച ഇനത്തിൽ ചെലവായി, അതുകൊണ്ട് ഡിസ്ക്രിപ്പൻസി ഒന്നുമില്ല, ഓഡിറ്റ് ഒബ്ജക്ഷൻ ഡ്രോപ്പ് ചെയ്യണം
എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നു. ഓഫീസർ ആ മറുപടി വാങ്ങിച്ച് ഫയലിൽ സ്വീകരിക്കുന്നു. പൊയ്ക്കോളാൻ പറഞ്ഞു. സ്വപ്നത്തിനകത്ത് പെർഫെക്റ്റാണ്. സ്വപ്നത്തിനകത്ത് ഓഫീസർ എൻ്റെ ഈ വിശദീകരണം അംഗീകരിച്ചു. എൻ്റെ വ്യക്തിപരമായ ചെലവാണ് യോഗവാസിഷ്ടം വാങ്ങിച്ചത്. അത് സർക്കാർ കണക്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? അതിന് സ്വപ്നത്തിൽ ലോജിക്കില്ല. പക്ഷേ സ്വപ്നത്തിൽ കറക്റ്റാണ്. 100 രൂപയുടെ കണക്കിതാണ്. യോഗവാസിഷ്ടം 2 വോള്യം വാങ്ങിച്ചു. അതിലാണ് 100 രൂപ ചിലവായത്. ഓഫീസർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതുപോലെ സ്വപ്നത്തിനകത്ത് പല ലോജിക്കും ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ സ്വപ്നം എന്നുള്ളത് ഇല്ലോജിക്കലായ ഒരു കാര്യമാണ്. മൊത്തത്തിൽ ഒരർത്ഥവുമില്ല. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് സ്വപ്നത്തിൽ സംഭവിക്കുക. നമ്മുടെ കയ്യിൽ ഫ്ലൈറ്റ് ടിക്കറ്റേ ഉണ്ടാകത്തില്ല. നമ്മൾ പ്ലെയിനിൽ കയറുമ്പോൾ ആ ഡോറിൻ്റെ അടുത്ത് നമ്മുടെ ചിറ്റപ്പനോ വല്യപ്പനോ ആയിരിക്കും. ചിറ്റപ്പ, ഞാൻ ടിക്കറ്റ് എടുത്തില്ല, നീ അകത്ത് കയറി ഇരുന്നോടാ മോനെ എന്ന് പറയും. സ്വപ്നത്തിൽ അതൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മുടെ ചിറ്റപ്പനോ വല്യച്ഛനോ ഇനി അവർ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്തിരുന്നാലും അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തേ പറ്റൂ. എൻ്റെ അമ്മാവൻ TTE ആണെന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ടിക്കറ്റ് ഇല്ലാതിരുന്ന സ്ക്വാഡുകാർ വരുമ്പോൾ അമ്മാവനെ പൊക്കും ഇല്ലേ? TTE കൃത്യവിലോപം നടത്തി. പക്ഷെ സ്വപ്നത്തിനകത്ത് ഇതെല്ലാം സംഭവിക്കും. അതുപോലെ ഇവിടെ എല്ലാം ഒരു വിത്തിട്ട നിശ്ചിത സമയത്തിനുള്ളിൽ ആ വിത്ത് മുളച്ച് ചെടിയാകുന്നു. അതാത് സമയങ്ങളിൽ ഋതുഭേദങ്ങൾ പ്രകടമാകുന്നു. മാവിൽ പൂവുണ്ടാകുന്നു. പിന്നെ അത് കണ്ണിമാങ്ങയായി അവസാനം കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. അവസാനം കുറച്ച് മാങ്ങകൾ മാത്രമാണ് അവസാനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇതൊക്കെ കൃത്യമായി സംഭവിക്കും. ഇതിനൊക്കെ ഒരു ലോജിക്കില്ലേ? ഏത് വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് വരുന്നു. ഗുരുത്വാകർഷണ നിയമം സർ ഐസക് ന്യൂട്ടനാണ് അത് കണ്ടുപിടിച്ചത്. അതുപോലെ മൂലകങ്ങൾ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അതിനൊക്കെ പ്രത്യേക നിയമങ്ങളുണ്ട്, ഫോർമുലയുണ്ട്, രസതന്ത്ര വാക്യങ്ങളുണ്ട്. എന്ത് പണ്ടാരം ഉണ്ടായാലും ഈ പ്രപഞ്ചം മിഥ്യയാണ്. ഇത് മായയാണ്. മായയ്ക്കകത്തുള്ള ലോജിക്ക് അതെന്ത് ലോജിക്കാണ്? മായയ്ക്കകത്തുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ അസംബന്ധം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ചില പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രകൃതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് മാത്രം, അടുക്കും ചിട്ടയും ഉള്ളത് കൊണ്ട് മാത്രം ഭ്രമമല്ലാതാവില്ല. അടുക്കും ചിട്ടയോടും കൂടി കൃത്യമായി ആവർത്തിച്ചു വരുന്ന ഭ്രമമാണ് ഈ പ്രപഞ്ചം. അതിൽ അടുക്കും ചിട്ടയുണ്ട്, ഒരു ആവർത്തന സ്വഭാവമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെ സത്യമെന്ന് ആരും കരുതരുത്. അത് നമുക്ക് ഒരു തരത്തിലും നന്മയുണ്ടാക്കത്തില്ല. പലതരം കുഴപ്പങ്ങൾക്കും അത് കാരണമാവുകയും ചെയ്യും. വിശ്വമാകാരരഹിതം ഇവിടെയാണ് നമ്മൾ വായിച്ചത്. അതും കൂടെ വായിച്ചിട്ട് വിട്ടേക്കാം. ഇതം വിശ്വം ചിദ്ദർപ്പണേ ആഭാസാകാശമേവ തദവഭാസനം ച ഭാമാത്രം. പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമാണ്. അത് അഖണ്ഡമായ ബോധത്തിൽ സംഭവിക്കുന്ന ഒരു ഭ്രമം മാത്രമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരിക്കലും സത്യത്വം കൽപ്പിക്കരുത്. ആവർത്തിച്ചാവർത്തിച്ച് ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഊണിലും ഉറക്കത്തിലും ഇത് മിഥ്യയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ ഒരേ കാര്യം ചിന്തിച്ചാൽ ഭ്രാന്ത് പിടിക്കത്തില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഇപ്പോഴേ നിങ്ങൾ ഭ്രാന്തനാണ്. ഈ ഭ്രാന്ത് തെളിയാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നത് ഒരു തരത്തിലുള്ള ഭ്രാന്താണ്. അതുകൊണ്ട് ഈ ഭ്രാന്ത് തെളിയണമെങ്കിൽ പ്രപഞ്ചം മിഥ്യയാണ് എന്ന ഭാവനയെ നിരന്തരം അംഗീകരിക്കുക. ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ, ബ്രഹ്മം മാത്രമേ വാസ്തവമായിട്ടുള്ളൂ. ഈ പ്രപഞ്ചവും നമ്മുടെ സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും, ഞാൻ സ്കൂളിൽ പോയതും കോളേജിൽ പോയതും പഠിച്ചതും കല്യാണം കഴിച്ചതും കുട്ടികളുടെ അച്ഛനായതും പേരക്കുട്ടികളുടെ അപ്പൂപ്പനായതും തിന്നതും കുടിച്ചതും അനുഭവിച്ചതും എല്ലാം ഒരു സ്വപ്നത്തിലെന്ന പോലെ കള്ളമാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റതിന് ശേഷമാണ് സാധാരണ സ്വപ്നം മിഥ്യയാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
അത് മിഥ്യയാണ് എന്ന് ചിന്തിച്ച് സ്വപ്നത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുക. സ്വപ്നത്തിൻ്റെ മായാമയത്വം ചിന്തിച്ച് സ്വപ്നത്തിൽ നിന്ന് പുറത്ത് കടക്കുക. അതാണ് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ചിന്തിച്ച് ഉറപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം. നമുക്കിവിടെ നിർത്താം.